നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്വിസ്റ്റുകൾ സംഭവിക്കാറുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് സൗത്ത്. ഒരു കാലത്ത് UDFിന്റെ ഉറച്ച കോട്ടയായിരുന്ന മണ്ഡലം അട്ടിമറി വിജയത്തിലൂടെയാണ് LDF സ്വന്തമാക്കിയത്. 2011-ലും 2016-ലും മണ്ഡലം MK മുനീറിനൊപ്പം നിന്നപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം INL സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലിനെ മത്സരത്തിനിറക്കി ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിച്ചു. ഇത്തവണയും സീറ്റ് നിലനിർത്താൻ അഹമ്മദ് ദേവർകോവിൽ മത്സരത്തിനിറങ്ങുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. NDAയും ശക്തനായ സ്ഥാനാർത്ഥിയാണ് മത്സരത്തിനിറക്കിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായിരുന്ന കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടിയത് അപ്രതീക്ഷിതമായിരുന്നു. 2011-ലും 2016-ലും മണ്ഡലം MK മുനീറിനൊപ്പം നിന്നപ്പോൾ 2021-ൽ INL-ലൂടെ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിച്ചു. UDFിന്റെ നൂർ ബിൻ റഷീദിനെതിരെ വിജയിച്ച അഹമ്മദ് ദേവർകോവിലിന് 12,400-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടായി. തുടർന്ന് രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം തുറമുഖ വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. ഇത്തവണയും ദേവർകോവിലിനെ തന്നെ കളത്തിലിറക്കി മണ്ഡലം നിലനിർത്തുക എന്നതാണ് LDFിന്റെ ലക്ഷ്യം. മണ്ഡലത്തിലെ വികസനം തന്നെ വോട്ടർമാരിലേക്ക് എത്തിക്കുകയാണ് സ്ഥാനാർത്ഥിയും. പുതിയ പാലം 50 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയാണ്. MLA-മാർ മാറി മാറി വന്നിട്ടുണ്ട്, ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ 5 വർഷം മുമ്പ് മാത്രമാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ചു വന്നത്. അന്ന് പുതിയ പാലത്ത് ജനങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതാണ് പുതിയ പാലം യാഥാർത്ഥ്യമാക്കണം. പലരും ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമായി വോട്ട് ചോദിച്ചു വരികയാണ്. നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ എൻ്റെ കാലാവധിക്കുള്ളിൽ ഞാനത് പൂർത്തീകരിക്കും. ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. 2021-ലെ തെരഞ്ഞെടുപ്പിൽ MK മുനീറിന് ഏറെ സ്വീകാര്യതയുള്ള കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മാറ്റി കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിത്വം നൽകിയത് സൗത്ത് മണ്ഡലത്തിൽ ലീഗിന് തിരിച്ചടിയായി. നൂർ ബിൻ റഷീദിന്റെ പരാജയം അപ്രതീക്ഷിതമായിരുന്നു. ഇത്തവണ കയ്യിൽ നിന്ന് നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിലാണ് UDF. ലീഗിന്റെ യുവമുഖങ്ങളിൽ ഒരാളായ ഫൈസൽ ബാബുവിനെയാണ് പാർട്ടി ഈ ദൗത്യമേൽപ്പിച്ചത്. MK മുനീർ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങളുടെ തുടർച്ച തന്നിലൂടെ തുടരുമെന്നും 5 വർഷത്തെ ദുർഭരണത്തിന് മാറ്റമുണ്ടാകുമെന്നും UDF സ്ഥാനാർത്ഥി ഫൈസൽ ബാബു പറയുന്നു. ഈ നഗരം UDF രാഷ്ട്രീയത്തിൻ്റെ എക്കാലത്തും കൂടെ നിന്ന നഗരമാണ്. ഈ നഗരത്തിൻ്റെ എല്ലാ അടയാളങ്ങളുടെ പിന്നിലും UDF ആണ്. കോഴിക്കോട്ടിൻ്റെ മുഖമെന്ന് പറയുന്നത് മാനാഞ്ചിറ സ്ക്വയറാണ്. അത് ഡോക്ടർ MK മുനീറിൻ്റെ സംഭാവനയാണ്. കോഴിക്കോട്ടെ മനോഹരമായ രാജപാതകൾ സിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിലൂടെ ഡോക്ടർ മുനീർ സാഹിബ് വിഭാവന ചെയ്തതാണ്. ഇപ്പോൾ UDF-ൻ്റെ പ്രതിനിധിയായി ഇവിടുത്തെ ജനം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം നമുക്ക് ടേൺ അടിച്ചിട്ട് ഇത് മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. NDAയ്ക്കായി കോഴിക്കോട് സൗത്തിൽ ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത് BJPയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറുമായ T റനീഷാണ്. മുൻ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ വാർഡായ പൊറ്റമല്ലിൽ നിന്ന് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ഇടതു വലത് സർക്കാരുകളുടെ ഭരണകാലത്ത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഇത്തവണ NDAയിലൂടെ ഒരു മാറ്റമുണ്ടാകുമെന്നും റനീഷ് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് നമ്മൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും ഏത് കൊടിയുടെ അടയാളം പറഞ്ഞാലും ഏത് ചിഹ്നങ്ങളുടെ അടയാളം പറഞ്ഞാലും ആളുകൾക്ക് എന്താ ആവശ്യം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ജാതി പറഞ്ഞ് മതം പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഈ ആളുകളെ വിഭജിച്ച് ഭരിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ മാറണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭരണാധികാരികളെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ 3 സ്ഥാനാർത്ഥികളും മണ്ഡലത്തിൽ തിരക്കിട്ട പ്രചാരണത്തിലാണ്. മണ്ഡലത്തിലെ വികസനവും രാഷ്ട്രീയവും പറഞ്ഞാണ് മൂവരും വോട്ടർമാരെ സമീപിക്കുന്നത്. ഇത്തവണയും മണ്ഡലത്തിൽ ഒരു അട്ടിമറി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് സൗത്ത്. വർഷങ്ങളായി UDFിന് മേൽക്കെയുള്ള കോഴിക്കോട് മണ്ണ് കഴിഞ്ഞ തവണ LDF പിടിച്ചെടുത്തു. അത് ഇത്തവണ തിരിച്ചു പിടിക്കാനാണ് UDF കളത്തിലിറങ്ങുന്നത്. കൂടാതെ തന്നെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ NDA കൂടെ മത്സരത്തിനുണ്ട്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.